ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്യുക, ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മളും തിരിച്ച് കട്ടക്ക് നിൽക്കും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ രാവിലത്തെ കട്ടൻ ചായ പരിപാടി കേട്ടോ. കട്ടൻ ചായ സുലൈമാനി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പാൽച്ചായ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിന്ന് കട്ടനിലാണ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇതാ ഒരു ഗ്ലാസ് കട്ടനൊക്കെ അടിച്ചിട്ട് നമുക്ക് വേറെ പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് ബീഫ് കൊടുന്നിക്കണം കേട്ടോ. രാവിലെ ഒന്ന് നേരത്തെ കൊടുന്ന് തന്നിക്കണം നമ്മളെ കാക്കുട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് കട്ട് ചെയ്യണം. പിന്നെ കടി ഉണ്ടാക്കിയിട്ടില്ല, കടി ഉണ്ടാക്കണം. അപ്പോൾ കറിക്കും ആയല്ലോ, നമ്മൾ കടിക്കുള്ള കറിയായി. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറിനുള്ളതായില്ലേ, ഇതിൽ വേഗം ബീഫ് കറി വെക്കാൻ പോവാം കേട്ടോ. പിന്നെ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബീഫിൻ്റെ ചോര ഉണ്ടല്ലോ, അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ടാൽ നല്ലതുപോലെ ചോരയൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ല ഇറച്ചിയൊക്കെ നല്ല അടിപൊളി ഇങ്ങനെ നല്ല ഒരു സൈസ് എന്താ പറയാന്നറിയില്ല, അങ്ങനെ ആവും കേട്ടോ, അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അത് കട്ട് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. കഴുകണം കേട്ടോ, കഴുകിയിട്ടില്ല. അപ്പോൾ അതിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മുടെ ബീഫ് കുറച്ചൊക്കെ നല്ല സെറ്റായി വന്നപ്പോൾ ഞാനിതാ കഴുകി എടുത്തേക്കണ്. നല്ലതുപോലെ ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മഴയൊക്കെ പെയ്ത് വെള്ളമായതുകൊണ്ട് ഇറച്ചി മീനൊക്കെ കഴുകാനൊക്കെ നല്ല ലാവിഷായിട്ട് തന്നെ കഴുകാം അല്ലേ. അപ്പോൾ മഴ പെയ്യാന്ന് പറയുമ്പോഴും പേടിയൊക്കെ തന്നെയാണ് കേട്ടോ. ചില ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടും ഉരുപ്പൊട്ടലും അങ്ങനെയൊക്കെ ഉണ്ടാകും. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചവനെ ആർക്കും ഒരു അപകടങ്ങളും ഒന്നും സംഭവിക്കാതെ എല്ലാവരെയും കാത്തോളേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഇതാട്ടോ നല്ല അടിപൊളിയായിട്ട് കഴുകി ചെറുക്കാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആ കഴുകിയ പാത്രം അപ്പം തന്നെ ഒന്ന് കഴുകി വെച്ചാൽ പിന്നീട് നമുക്കത് കഴുകണ്ട. ഇപ്പോഴാണെങ്കിൽ ഒരു പാത്രം വെക്കാൻ പറ്റൂല കേട്ടോ. ആകെ ഈച്ച ശല്യമാണ് കേട്ടോ, ഈച്ച ശല്യമാണ്. ഇപ്പോൾ ഒരു ഈച്ച പോകാനുള്ള സ്റ്റിക്കറൊക്കെ ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടില്ല, എന്ന് കൊണ്ടുവരാനൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്കർ അവിടെ വെച്ചാൽ ഈച്ച പല്ലി കൊതുക് പറഞ്ഞല്ലോ ഒക്കെ പോകുന്ന പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പിന്നെ വേറെ എവിടെയോ ഇതുപോലെ ഈച്ചക്ക് സ്റ്റിക്കർ വെച്ചപ്പോൾ കുട്ടികളെന്തോ മിച്ചർ ഇട്ട് അതിലപ്പോൾ പിന്നെന്താ കാക്കച്ചി വന്ന് മിച്ചർ കൊത്തി തിന്നുമ്പോൾ കാക്കൻ്റെ കാലൊട്ടി കാക്ക പറന്നു പോയപ്പോൾ ആ സ്റ്റിക്കറും കൊണ്ട് അത്രേട്ട പോയത്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിക്കണം. അപ്പോൾ ആ സ്റ്റിക്കർ ഏതാണെന്നൊക്കെ നമുക്ക് വാങ്ങണം കേട്ടോ. നാളെ എന്തായാലും ഇൻഷാല്ല വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചു തന്നെ. ചിലർക്ക് അറിയേക്കാരല്ലേ, അറിയാത്തവർക്കായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഓരോ നമ്മളെ ബീഫൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഞാനിതാ നമ്മളെ കറണ്ട് അടുപ്പിൽ അങ്ങോട്ട് വേഗം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ കുറേ വട്ടം ഞാൻ ബീഫ് വെക്കുന്ന റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയും പറയാതിരുന്നതും കാണിക്കാതൊക്കെ ഇരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ പരിപ്പൊക്കെ വേഗാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ഒരു അടുപ്പത്തുണ്ട്. പിന്നെ ഇതാ മറ്റേ അടുപ്പത്ത് നമ്മൾക്ക് അപ്പം ചുടാനുള്ള അരിയൊക്കെ അരച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പച്ചട്ടിയൊക്കെ വെച്ചൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ പരിപ്പും ഇപ്പുറത്തെ ചട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ ബീഫും വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പമൊക്കെ ഉണ്ട് ചുട്ടെടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഈച്ച ശല്യം കാരണം നമ്മൾ പാത്രങ്ങളൊന്നും അധികം പരത്താതിരിക്കുക നല്ലത്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ലതുപോലെ അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ തുറന്നിട്ടാൽ നമുക്കിപ്പോൾ ഈച്ചകളുടെ പല അസുഖങ്ങൾ നമുക്ക് വരുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും അതിനൊക്കെ നമ്മൾ ഈ മഴക്കാലമായതിന് ഓരോരോ അസുഖങ്ങളാട്ടോ. നമുക്ക് തന്നെ ജലദോഷം പിടിച്ച് തുമ്പിയിട്ടാട്ടോ അടുക്കളയിൽ പണി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാക്ക വേറെ ഒരു മാസ്ക് ഇട്ടുള്ളതുകൊണ്ട് ഈ തുമ്പുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ, അല്ലെങ്കിൽ വിട്ടു പോകുന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്തായാലും തുമ്പൽ മാറണില്ല കേട്ടോ. ആകെ ജലദോഷം പിടിച്ചിരിക്കണം. ഈ മഴച്ചാറിലൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ മഴൻ്റെ എന്തെങ്കിലും ചെറിയ പാറ്റിൽ കണ്ടാന്നിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൽപ്പിച്ചുകൂട്ടി എന്തെങ്കിലും പുറത്തെടുക്കുണ്ടാകും, അതെടുക്കാനായിട്ട് മഴച്ചാറിലും കൊണ്ടുപോകും. അതായത് ജലദോഷം തുമ്പലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അലർജിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ അപ്പം ചുടലും പിന്നെ സാമ്പാർ വെക്കലും ജോറായി നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതാ കുറച്ച് പുളിയൊക്കെ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ടപ്പോൾ നമുക്ക് തൊള്ളയിൽ നിന്നും വെള്ളം വന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്തിട്ടോ. പുളിപ്പാത്രം ഇങ്ങനെ തുറക്കുമ്പോൾ എന്തായാലും ഒരു ലേസ് നമ്മളത് അങ്ങോട്ട് ഇടുട്ടോ തൊള്ളയ്ക്ക്. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ പരിപ്പൊക്കെ വെന്ത് അടിപൊളിയായിരിക്കണം. ഇനിയിപ്പോൾ പരിപ്പിലൊരു സാധനം ഞാൻ ഇട്ടേക്കണം കേട്ടോ, വേറെ ഒന്നുമല്ല, ഒരു കിഴങ്ങിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു അപ്പത്തേക്ക് വേണ്ടിയിട്ടേ നമ്മളെ ബീഫിൻ്റെ നീരും കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. തട്ടിക്കൂട്ടൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ, നല്ല അടിപൊളി കറി തന്നെയാണ്.
അപ്പോൾ എന്തായാലും അപ്പം ചുരുൾ അങ്ങോട്ട് കഴിയട്ടെ. നമ്മൾ എന്നിട്ട് നമ്മളതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അതിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തേക്കുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ ഫുള്ളാക്കിയിട്ടൊന്നും കറി വെക്കണില്ല. കുറച്ച് ബീഫ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതിന് റോസ്റ്റ് ചെയ്ത് വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് വാട്ടിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മളെ മീറ്റ് മസാല ഉണ്ടല്ലോ അതും ലേശം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നമ്മൾ പുഴുങ്ങി വെച്ച കിഴങ്ങുണ്ടല്ലോ അതൊന്ന് അതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ട് പിന്നെ നമ്മൾ ഇതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ പകരം നമ്മളിതാ ബീഫൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. ബീഫിൽ ഞാൻ നല്ലതുപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല വെള്ളമാണ് കേട്ടോ നമ്മൾ ആ മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ്ടില്ലേ ഇതുപോലെ അതിൽ കുറച്ച് വെള്ളം ബീഫിൻ്റെ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് വെക്കുക. അപ്പോൾ ബീഫ് കറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കാരട്ടോ നമുക്ക് ഈ ഒരു കറി. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഒരു 2 കയ്യിൽ ബീഫ് കുറച്ച് ഇടാം കേട്ടോ. അപ്പോൾ മാങ്ങൻ ചിലപ്പോൾ ചെറിയനൊക്കെ ചിലപ്പോൾ ബീഫ് കറിൻ്റെ മണം കിട്ടിയാൽ ബീഫ് എവിടെ ചോദിച്ചാൽ ആകെ കുടുങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നമ്മളിതാ കുറച്ച് ബീഫായിട്ട് എടുത്തേക്കണം കേട്ടോ. ഇനി ഇതിൽ ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് സ്ലിമ്മാക്കി വെച്ചിട്ട് ആ തക്കാളിയും ഉള്ളിയും മസാലപ്പൊടികളൊക്കെ ഒന്ന് യോജിച്ച് വരണ്ടേ. അപ്പോൾ എന്നാലല്ലേ കറി രസം ഉണ്ടാവുള്ളൂ. പച്ചമണമൊക്കെ ഒന്ന് മാറി അത് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ ആവിക്കും ഞാനത് സ്ലിമ്മാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിരിക്കണു. പിന്നെ അങ്ങനെ നമ്മൾ അപ്പം ചുള്ളി കഴിഞ്ഞപ്പോൾ നമ്മളിനി സാമ്പാറിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം വെണ്ടയ്ക്ക ഒന്ന് വാട്ടി കൊടുക്കണമല്ലോ, അതിനായിട്ടാണ് ഞാനത് വെച്ചത്. പിന്നെ അതാ നമ്മൾ പച്ചക്കറികളൊക്കെ നല്ലോണം കഴുകി വാരിയിട്ട് ഇതുപോലെ ഒരു അരിപ്പിയിൽ ഞാൻ അരിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ഇതാക്കണു നമ്മളെ കറിയും അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് റെഡി ആയിട്ടോ. അപ്പോൾ അപ്പം കറിയും പിന്നെ ചായയൊക്കെ റെഡി ആയിക്കണം. നല്ല അടിപൊളി ബീഫ് കറി കേട്ടോ. അതൊക്കെ ഇപ്പം അപ്പല്ല കേട്ടോ വേണ്ടിയിരുന്നത്, നല്ല അടിപൊളി പൊറോട്ടയൊക്കെ കിട്ടണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു രക്ഷയില്ല പൊറോട്ടയ്ക്ക് കേട്ടോ. അപ്പോൾ അതാ എന്തായാലും നമ്മളെ മോന് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ചൂടോടെ അപ്പവും കറിയും ഒക്കെ സെറ്റാക്കിയത് നമുക്ക് പിന്നെ കഴിക്കാനും സമയമായിട്ടില്ല കേട്ടോ. കുറച്ച് ഇതിൻ്റെ പരിപാടി കൊണ്ട് കഴിയട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടണം കേട്ടോ. ഞാൻ എന്തായാലും വാട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ വെക്കുന്നത് വാട്ടിയിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക തരം രസമാണ് കേട്ടോ. അതെന്തായാലും പറഞ്ഞാൽ ആർക്കും അറിയില്ല, അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് വാടിയതിന് ശേഷം നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒരുപാടൊന്നും വാടി കുഴയണമെന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മളെ ബാക്കിയുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെച്ച പാത്രം തന്നെയാണ് കേട്ടോ എടുത്തേക്കണത്. അത് കഴുകാനൊന്നുമില്ല, അപ്പോൾ ബീഫ് തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ 2 മണി ഉലുവ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ബീഫൊക്കെ. അതൊരു വെറൈറ്റി മണം തന്നെയാണ് കേട്ടോ. ഉലുവയും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അല്ലേ ചിലവർ. ഞാനിപ്പോൾ അതിനൊന്നും മെനക്കെടുന്നില്ല കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വെറും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇനിയിപ്പോൾ അതാ കുറച്ച് നമ്മൾ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, നല്ല റോസ്റ്റ് രൂപത്തിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് സെറ്റാകട്ടെ. പിന്നെ ഇതാ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. മീറ്റ് മസാലൻ്റെ നല്ല അടിപൊളി മണം തന്നെയാണ് നമ്മളെ ബീഫ് കേട്ടോ. എനിക്ക് ഇവിടെ മക്കൾക്കൊന്നും തക്കാളി ഇടുന്നത് എന്താ അറിയില്ല കേട്ടോ, വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, ബീഫൊക്കെ കുറേ തക്കാളി അങ്ങോട്ട് ഇടും കേട്ടോ. അപ്പോൾ ഒരു പുളി രസം അങ്ങോട്ട് വരുമ്പോൾ എന്താ അറിയില്ല, ബീഫ് ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പച്ചക്കറികളൊക്കെ വാടിയതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള പൊടികൾ ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞളും അതുപോലെ തന്നെ കായപ്പൊടി കേട്ടോ. എന്നിട്ട് അതൊന്ന് നമുക്ക് ഇതാ വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് ഇട്ടതാണ് കേട്ടോ സാമ്പാർ പൊടി. അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് നമ്മളെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ ആ പരിപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്നും അരക്കണില്ല, പിന്നെ തേങ്ങ അരക്കാത്ത സാമ്പാറാണ് കേട്ടോ. അപ്പം നല്ല മണവും രുചിയും ഒക്കെ കിട്ടും കേട്ടോ ഈ സാമ്പാറിന്. അപ്പോൾ എന്തായാലും ഇതാ കഷ്ണങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി ഇതാ നമ്മളെ പരിപ്പ് വേവിച്ചു, എല്ലാം റെഡിയാക്കി. അങ്ങനെ ഇതാ നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ 2 തക്കാളിയും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ബീഫത്തെ പിന്നെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ രാവിലെ നമുക്ക് കൂട്ടാൻ പരിപാടികളൊക്കെ ഇങ്ങോട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ തീർന്ന് കിട്ടിക്കണം കേട്ടോ. ബീഫും വരട്ടി അതുപോലെ നമ്മളിതാ പിന്നെ സാമ്പാർ ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. ഒന്ന് രാവിലെ തന്നെ. ഇനിയിപ്പോൾ ചോറ് വെക്കണം, അത്ര പരിപാടികൾ. ചായയും കടിയായി, ബീഫും ഒക്കെ ആയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. ഒരു 8-9 മണിയായി കഴിക്കാനേ നമ്മളെ കൂട്ടാൻ പരിപാടികളായിട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം
നമ്മുടെ കാക്കൊന്ന് ഇന്നലെ നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് പോയപ്പോൾ രാവിലെ നേരത്തെ വരും കേട്ടോ, 6:30 ചിലപ്പോൾ 6 മണിക്കൊക്കെ വരുമ്പോൾ അങ്ങനെ മീനോ ബീഫോ കൊടുന്നാൽ നമുക്ക് പെട്ടെന്ന് ഞാനത് വേഗം ശരിയാക്കിക്കൊണ്ട് വെക്കല കേട്ടോ. പിന്നെ അപ്പോൾ വേഗം നമുക്കത് ഇങ്ങോട്ട് പണികളങ്ങോട്ട് ഒരുങ്ങി കിട്ടുമല്ലോ അല്ലേ. പിന്നെ ഇപ്പോൾ ചോറ് വെക്കാൻ പിന്നെ പണിയില്ലല്ലോ അല്ലേ, കറി വെക്കാനും കൂട്ടാൻ വെക്കാനൊക്കെ അല്ലേ പണിയാൾ. അപ്പോൾ അതെന്തായാലും അങ്ങനെ ചോറും അടിപൊളി സാമ്പാറും അവിടെ റെഡിയായി, നമ്മളെ ബീഫും സെറ്റായി. പിന്നെ അതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അലക്കലും തിരുമ്പലും നാട്ടിൽ പറയാം, ഇപ്പോൾ രണ്ടൊന്നല്ലേ അല്ലേ. അങ്ങനെ എന്തായാലും അലക്കി തുടക്കൽ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളെ തൊട്ടവിടുത്തെ ചേച്ചികൾ, ആ മുന്നത്തെ ചേച്ചി കേട്ടോ, ഞാൻ പിന്നെ ഒരു പട്ടിക്കുട്ടിനെ കാട്ടിത്തരലില്ലേ നിങ്ങൾക്ക്, ഒരു ഭയങ്കര ഒച്ചുണ്ടാക്കിയും കൊണ്ട് അവിടുത്തെ ചേച്ചി പിന്നെ അവർ തന്നതാണ് കേട്ടോ മാങ്ങ. അവരെന്തുണ്ടെങ്കിലും എനിക്ക് കൊടുന്നു തരും കേട്ടോ, മാങ്ങയും ചക്കയും ചേമ്പ് അങ്ങനെ സംഭവങ്ങൾ എന്ത് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് അച്ചാർ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അച്ചാർ അപ്പോൾ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തുമ്മൽ വന്നിക്കാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ അതാണ് ഇടയിൽ വോയിസ് കട്ടായത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഒരു മാങ്ങ ഞാനിതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അച്ചാറിടാൻ പിന്നീട് ഞാൻ അച്ചാറിടുള്ളൂ. ഇന്നെന്തായാലും സമയമല്ല കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലോങ് വീഡിയോ ആകും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും സുറുക്കി ഇട്ടിട്ട് കുറച്ച് ഉലുവയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി പൊട്ടിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ആ അച്ചാറും കൂട്ടിയിട്ട് ഇതാ നമ്മളെ ബീഫും എല്ലാം അടിപൊളി സെറ്റ് ആയിക്കണം കേട്ടോ. ഇന്നത്തെ കാര്യം കുശാലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.